വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പകൽ നേരം അറിയിക്കുകയാണ്. നമ്മൾ ആരംഭത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. സ്തോത്രം. 17-ാം വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ ഇടപെട്ട ഒരു വാക്യം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ, ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബ് അപ്പോസ്തലനെ നമ്മൾ അടുത്തറിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സ്തോത്രം. ആരംഭത്തിൽ തന്നെ തന്റെ ശുശ്രൂഷ കാലയളവിൽ തന്നെ സ്തോത്രം ഹാലലൂയ താൻ രക്തസാക്ഷിയായി തീർന്നു. അപ്പോൾ ശക്തമായി ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ്. വിശേഷിച്ച് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിന്റെ പ്രാധാന്യം വളരെയേറെ ഉയർത്തി കാണിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. വ്യക്തിപരമായ ആത്മീക ജീവിതം, വ്യക്തിപരമായ വിശുദ്ധി, സ്തോത്രം, ആത്മീകമായ ജയം, സ്തോത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായി ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത്. നമ്മൾ വായിച്ച വാക്യം അതിന്റെ 3-17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ ശ്രദ്ധിക്കണം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ച് പെന്തക്കോസ്ത് നാൾ മുതൽ ദൈവസഭ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യാത്മാവിനെയും പരിശുദ്ധാത്മാവ്, രക്ഷിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രാപ്തിയുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാനും നിങ്ങളുമുണ്ട്, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുമുണ്ട്. അപ്പോൾ സ്നാനമേറ്റപ്പോൾ സ്നാനത്തോടുകൂടി നമ്മുടെ ജന്മപാപത്തെയും എല്ലാ കർത്താവ് കഴുകിക്കളഞ്ഞു. അങ്ങനെ പാപരഹിതരായി തീർന്ന നമ്മെ പുത്രന്റെ രക്തത്താൽ നീതീകരിച്ചു. നീതീകരിക്കപ്പെട്ടവരുടെ മേൽ വിശുദ്ധിയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നാം പ്രാപിച്ച് ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിച്ച് മുന്നേറുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ദൈവസഭയുടെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവസഭയുടെ പദ്ധതിക്കായിട്ട് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇന്നും എന്നും ഒരുപോലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് സ്വർഗത്തിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണ്. ഉയരത്തിലെ ശക്തിയാണ് രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ചവർ മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ വായിച്ച ഉയരത്തിലെ ജ്ഞാനം. നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ജ്ഞാനിയാക്കുന്നത് ഏതു വിധത്തിലാണെന്ന് ശ്രദ്ധിക്കണം. ആ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ആ ജ്ഞാനം ഏതൊക്കെ ഘടകങ്ങളിലാണ് വെളിപ്പെടുന്നത് അവിടെ വായിക്കുന്നത്? ഒന്നാമത് നിർമ്മലത. ആമേൻ. ഒന്നാമതായിട്ട് നിർമ്മലത. ആമേൻ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിർമ്മലമായി അറുക്കപ്പെട്ടു. അവന്റെ നിർമ്മല രക്തമാണ് നമുക്ക് വേണ്ടി ഊറ്റപ്പെട്ടത്. അപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും പാപത്താൽ നിറയപ്പെട്ട മനുഷ്യൻ, പാപത്താൽ തകർക്കപ്പെട്ട മനുഷ്യൻ എല്ലാവിധത്തിലും സ്തോത്രം ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കിടക്കുമ്പോൾ അവനെ ദൈവകൃപയിലേക്ക് വീണ്ടും ചേർക്കുവാൻ തക്കവണ്ണം ക്രിസ്തു സ്തോത്രം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. പിതാവായ ദൈവം തന്റെ പ്രിയപുത്രനെ കാൽവറിയിൽ തകർക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ നിർമ്മലമായ സത്യം ഹല്ലേലൂയ, പാപം അറിയാത്തവനെ പാപികളുടെ ഇടയിലേക്ക് അയച്ചു. അവൻ നമ്മുടെ അകൃത്യത്തിന് വേണ്ടി തകർക്കപ്പെട്ടു. ആ നിർമ്മലമായ സുവിശേഷമാണ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നാം നിർമ്മലതയോടെ നടക്കുവാൻ റെഡിയായേ മതിയാകത്തുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ആ നിർമ്മലത ഉളവാകുന്നത്? പരിശുദ്ധാത്മാവിലാണ് ആ നിർമ്മലത ഉളവാകുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇല്ലാത്ത ഒരുവൻ ഒരിക്കലും നിർമ്മലതയുടെ നിർവചനങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ നിർമ്മലതയുടെ നിർവചനം എന്ന് പറയുന്നത് പാപമറിയാത്തവന്റെ മേൽ പാപികളുടെ അകൃത്യം ചുമത്തിയപ്പോൾ അവൻ അതിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ വിട്ടുമാറാതെ പിതാവിന്റെ കൽപ്പനയാണ് അകൃത്യങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടണമെന്നുള്ള ആ ദൈവിക ഇഷ്ടം അറിഞ്ഞപ്പോൾ പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പുത്രൻ പാപപരിഹാരത്തിനായിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പുത്രന്റെ ഹൃദയം സകല മാനവരാശിയുടെയും പാപത്താൽ മലിനപ്പെട്ട് കിടക്കുന്ന സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ വന്ന മനസാക്ഷിയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം മനസാക്ഷിക്ക് തെളിയുന്ന ഒരു നാമമേ ഉള്ളൂ.
അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. പിതാവിന്റെ കൽപ്പന അനുസരിച്ച് പുത്രൻ തകർക്കപ്പെട്ടപ്പോൾ അത് അനേകരുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. അങ്ങനെ തന്റെ ഹൃദയം ചിന്തി ഊറ്റപ്പെട്ട തിരുരക്തം നിർമ്മലതയുടെ അടിസ്ഥാനമായി തീർന്നു. അപ്പോൾ നാം തിരിച്ചറിയണം, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും നാം വെളിപ്പെടുത്തുന്ന ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹാലേ ക്രിസ്തുവിന്റെ ഭാവത്തിലാണ് നാം ജീവിക്കേണ്ടത്. അതെന്താണ് ആ ഭാവം? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, സഹോദര വർഗത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ സ്തോത്രം അതേ പദ്ധതിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ സഹോദര വർഗത്തോട് ക്ഷമിക്കുവാനും അവരുടെ കരുണയുള്ളവനായി തീരുവാനും അവരുടെ ദയയുള്ളവനായി തീരുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുമ്പോൾ, ഈ നിർമ്മലതയുടെ വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഈ നിർമ്മലതയുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ജയകരമായ ജീവിതം ഉരുവാക്കുകയും ചെയ്യും. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ജയകരമായ ജീവിതം നമ്മൾ വെളിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ബലത്തോടെ വ്യാപരിക്കുന്നത്. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അതിന്റെ ഒന്നാമത്തെ ഗുണം നിർമ്മലത. രണ്ടാമത്തെ ഘടകം പറയുന്നത് എന്താണ്? സമാധാനം. മനസ്സിലാക്കണം, സമാധാനവും ശ്രദ്ധിക്കണം, സമാധാനവും ശാന്തതയും. ഈ ഭൂമിയിൽ സ്തോത്രം ഹല്ലേലൂയ സമാധാനവും ശാന്തതയും യഥാർത്ഥമായി സ്തോത്രം അനുഭവിക്കുന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യാത്മാക്കൾ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് മാത്രമാണ് സ്തോത്രം, അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നുള്ളൂ. നമ്മുടെ ലോകത്തിൽ എത്രയോ പ്രതിസന്ധികൾ എഴുന്നേറ്റ് വരുന്നു. നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ, പത്രമാധ്യമങ്ങൾ നോക്കിയാൽ ഒരിക്കലും സ്വസ്ഥത കിട്ടുമോ? അതിന്റെ അകത്ത് വിവരിക്കുന്ന അല്ലെങ്കിൽ ന്യൂസുകളിൽ വിവരിക്കുന്ന അതിക്രമങ്ങളും അകൃത്യങ്ങളും അല്ലെങ്കിൽ ദുഷ്ടതകളൊക്കെ ഏത് നേരത്താണ് നിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് വരുന്നതെന്നുള്ള ചിന്ത കയറിയ ആർക്കെങ്കിലും ജീവിതത്തിൽ സമാധാനം കിട്ടുമോ? എന്നാൽ ആ സമാധാനം കിട്ടുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഉള്ളൂ. ഞാൻ എന്റെ ഈ മൺകൂടാരം വിട്ടാലും അവന്റെ രാജ്യത്തിലെത്തും. അതുകൊണ്ട് ഞാൻ കഷ്ടങ്ങളോടുകൂടി ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ നിത്യസമാധാനം എന്റെ ആത്മാവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ ദൈവിക സമാധാനം. ഇത് രക്ഷിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതുമാണ്. അപ്പോൾ ഈ ഉയരത്തിൽ നിന്ന് വരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. ഇത് പരിശുദ്ധാത്മാവാണ് സമാധാനം നൽകുന്നത്. ഈ നിർമ്മലത നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആരാണ് കഷ്ടനഷ്ടങ്ങൾ സഹിക്കുന്നത്? ഈ അഭിഷേകം പ്രാപിച്ചവരേ ഉള്ളൂ. ഈ ആത്മാവിനെ പ്രാപിച്ചവരെ ഈ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുന്നുള്ളൂ. സഹോദരവർഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോഴും സ്തോത്രം അവരെ ദൂഷിച്ചു പറയാതെ, ഭീഷണി പറയാതെ ഇരിക്കുന്നത് ആരാണ്? ഈ സമാധാനം പ്രാപിച്ചവരേ ഉള്ളൂ. എല്ലാ ഉപദ്രവങ്ങളും അനുഭവിച്ചിട്ടും അനുഗ്രഹിക്കാൻ കഴിയുന്നവർ ആരാണ്? ഈ സമാധാനം അനുഭവിച്ചവർക്ക് അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സ്തോത്രം ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും കർത്താവ് വിശ്വസ്തനായി നമുക്ക് വേണ്ടി ഉണ്ടെന്ന് ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്തോത്രം വചനത്തിന്റെ ആലോചന അറിയിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, സ്തോത്രം ഹല്ലേലൂയ. ഒന്നാമത് നിർമ്മലത, പിന്നെ സമാധാനം, പിന്നെ ശാന്തത. ഹല്ലേലൂയ. ഇന്ന് ഈ തലമുറയിലുള്ള പലരുടെയും ജീവിതത്തിൽ ഇല്ലാത്തത് ശാന്തതയാണ്. എടുത്തിയാട്ടങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അല്പനേരം പോലും ശാന്തമായിട്ട് ചിന്തിക്കുവാൻ പലരുടെയും ചിന്താമണ്ഡലം തയ്യാറല്ലാത്ത ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. ആർക്കാണ് ശാന്തതയില്ലാത്തത്? പരിശുദ്ധാത്മാവില്ലാത്തവർക്കാണ് ശാന്തതയില്ലാത്തത്. ആർക്കാണ് ശാന്തത അനുഭവിക്കുന്നത്? മനസ്സിലാക്കണം, അളലിയ തന്റെ മുമ്പിൽ കഷ്ടതയും കണ്ണുനീരും അളലിയ ക്രൂശും തന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അളലിയ ഗത്സമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഹൃദയം ദൈവസൻ തകരുവാൻ ഇടയായി തീർന്നു. മനസ്സിലാക്കട്ടെ, എനിക്കും നിനക്കും വേണ്ടി തകർന്ന ഒരു ഉള്ളമുള്ള ഒരുവനുണ്ട്. അവൻ യേശുക്രിസ്തു അവന്റെ നാമമെങ്കിൽ ഇന്ന് പകലേറെ തിരിച്ചറിയണം, അവൻ നിമിത്തമാണ് എന്റെ ഹൃദയത്തിൽ സ്വർഗീയ സമാധാനം ലഭിക്കുന്നത്. മനസ്സിലാക്കണം, ലോകത്തിലെ നേതാക്കന്മാരിലോ രാഷ്ട്രീയ നേതാക്കന്മാരിലോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലകളിലോ ഒരു വിദ്യാഭ്യാസത്തിലോ ഒരുവന്റെ ഹൃദയത്തിന് സമാധാനം നൽകുവാൻ കഴിയത്തില്ല. പണത്തിന് അശേഷം സമാധാനം നൽകുവാൻ കഴിയത്തില്ല. നീ എത്ര കോടീശ്വരനാണെങ്കിലും നിന്റെ അവസാനത്തെ കയ്യിലെ ചില്ലറ പൈസ തീരുമ്പോൾ തീരുന്നതാണ് നിന്റെ സമാധാനങ്ങൾ തിരിച്ചറിയണം. നീ എത്ര കോടികൾക്കും കോടികൾക്കും അധിപതിയാണെങ്കിലും അവസാനത്തെ പൈസ തീരുമ്പോഴുള്ള ഭയമാണ് നിന്നെ ഭരിക്കുന്നത്. നീ ഒന്നുമില്ലാത്തവനായി തീർന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഭാരമാണ് നിന്നെ ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ചിന്തിക്കണം. ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു സമാധാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എത്ര ആഴമുള്ള ക്രിയകളാണ്, വളരെ ആഴമുള്ള ക്രിയകളാണ് ചെയ്യുന്നത്. ആമേൻ,
ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്തോത്രം യാക്കോബ് അപ്പോസ്തലൻ ഈ വാക്യം ഇവിടെ പറയുമ്പോൾ അവിടെ വായിക്കുന്ന ഒന്നാം ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഒന്നാമത് നിർമ്മലത, പിന്നെ സമാധാനം, ശാന്തത, അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും. സ്തോത്രം, ഈ ഗുണഭേദങ്ങൾ ഈ എല്ലാം സ്തോത്രം ഹല്ലേലൂയ നമ്മളിൽ വരണം. അതിന് പ്രത്യേകിച്ച് പറയുന്ന അവസാന വാക്യം പക്ഷവാദവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ പക്ഷവാദവും കപടവും ലോകത്തിൽ ഈ രണ്ടുമേ ഉള്ളൂ. എവിടെ ചെന്നാലും കപടവും പക്ഷവാദവും. കപടവും പക്ഷവാദം, എന്റെ ജനം, എന്റെ വീട്ടുകാർ, എന്റെ കൂടപ്പുറപ്പ്, എനിക്ക് പ്രിയപ്പെട്ടവർ, എന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ എന്റെ നാട്ടുകാർ, അങ്ങനെ സ്തോത്രം പക്ഷവാദം പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ലോകത്തിലുള്ളത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല. മനസ്സിലാക്കണം. നമുക്ക് പക്ഷപാതം ഇല്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ് നിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗമെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ അകത്ത് യാക്കോബ് അപ്പോസ്തലൻ വളരെ ചിന്തിക്കുവാനായി, അല്ലെങ്കിൽ നമ്മളോട് സഭയോട് വിവേചിക്കുവാൻ, അല്ലെങ്കിൽ തിരിച്ചറിയുവാനായിട്ട് വെളിപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. വിശേഷിച്ച് നമ്മൾ അതിന്റെ 3-ാം അധ്യായം നമ്മൾ വായിച്ചത്. നമ്മൾ അതിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 15-ാം വാക്യം മുതൽ അല്ലെ 13-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. യാക്കോബ് അപ്പോസ്തലൻ 3-ാം അധ്യായം അതിന്റെ 13 മുതൽ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗന്ദര്യയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ജയകരമായ ഒരു ജീവിതം തന്റെ സ്വഭാവത്തിലും ശരീരത്തിലും ചിന്താമണ്ഡലങ്ങളിലും എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയോടാണ് സ്തോത്രം യാക്കോബ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. എന്നാൽ സകലർക്കും ലഭിക്കുന്ന ആഹ്വാനവും അത് തന്നെയാണ്, നിങ്ങൾ അങ്ങനെ ആയി തീരണം. എന്താണ് ആഹ്വാനം? നിങ്ങളിൽ ജ്ഞാനിയും. അപ്പോൾ ആരാണ് ജ്ഞാനി, ആരാണ് വിവേകി എന്ന് യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് ജ്ഞാനി. ആമേൻ. സ്വഭാവത്തെ, ചിന്താഗതികളെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ സ്വന്തം ബലം പ്രാപിച്ചവനാണ് ജ്ഞാനി. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമാണ്. അപ്പൊ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണു തുറന്ന് കാണുന്നതിന്റെ എല്ലാം പുറകെ പോകുന്ന വിവേകമുള്ളവനല്ല. മുമ്പിൽ കാണുന്നതിന്റെ എല്ലാ രസങ്ങളുടെയും സുഖങ്ങളുടെയും പുറകെ പോകുന്നവൻ വിവേകമുള്ളവനല്ല. അവൻ ബുദ്ധിശൂന്യനാണ്, അറിവില്ലാത്തവനാണ്. ആമേൻ. അപ്പോൾ വിവേകി ആരാണ്? യാക്കോബോട് പറയുന്നു വിവേകം ആയവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ തുറന്നു വായിച്ചേ. അവൻ കണ്ടോ, ജ്ഞാനലക്ഷണമായ സൗമ്യത. അപ്പോൾ സൗമ്യതയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മൾ അതിന്റെ വായിച്ച 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സൗമ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നിർമ്മലത, സമാധാനം, ശാന്തത, അനുസരണം, അതുപോലെ കരുണ, അല്ലെ? അതിന്റെ അകത്ത് സൽഫലം. അപ്പോൾ അതിന്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടില്ല? സ്തോത്രം, ഈ പറഞ്ഞ ഗുണം പറഞ്ഞിട്ടില്ല. എന്താണ് ആ ഗുണം? സൗമ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, സൗമ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് അവിടെ പറയാതിരുന്നെന്ന് വെച്ചാൽ പറഞ്ഞത് കൊണ്ടാണ് പിന്നീട് പറയാത്തത്, എടുത്തു പറയാത്തത്. അപ്പോൾ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്നവർക്കേ സൗമ്യത ജീവിതത്തിലുള്ളൂ. സൗമ്യത ജീവിതത്തിലുള്ള എല്ലാത്തിന്റെ അകത്തും കയറി ഇറങ്ങി സംസാരിക്കുക, തന്റെ ഒച്ച ഒന്ന് ഉയർന്നു നിന്നേ പറ്റുള്ളൂ, തന്റെ സ്ഥാനം ഒന്ന് അവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, എന്റെ സാന്നിധ്യമില്ലേ പറ്റില്ല. സൗമ്യതയുള്ളവർ അങ്ങനെയല്ല. ഏത് കലങ്ങി മറിയുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ സൗമ്യനായിരിക്കുവാൻ നിന്റെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുന്നുവെങ്കിൽ നീ ജയിച്ചവനാണ്. പരടെ ലിസ്റ്റിൽ നീ പരാജയമാണെന്ന് എഴുതിയാലും നീ ജയിച്ചവനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. അവിടെ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ അവിടെ വായിക്കുന്നത് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കണ്ടോ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്നറിയാവോ? ഈ നല്ല നടപ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ കഴിയുന്നതാണ് ജയകരമായ അനുഭവം എന്ന് പറയാം. അപ്പൊ നല്ല ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ നടപ്പ് ചൊവ്വായതെങ്കിൽ മാത്രമേ നിനക്ക് അവിടെ ജയിക്കാൻ കഴിയുള്ളൂ. ആമേൻ.
അപ്പോൾ ജയിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ആർക്കാ ജയിക്കാൻ കഴിയുന്നത്? നിന്റെ നടപ്പ് നിർമ്മലതയോടുകൂടി ആണെങ്കിൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ നല്ലത് വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മാതൃകാ ജീവിതമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. വായിച്ച് അടുത്ത് വായിച്ച്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ. കണ്ടോ, ശാഠ്യം, ഈർഷ്യ, ശാഠ്യം. അപ്പോൾ ദൈവമക്കളുടെ മുമ്പിലെ ഏറ്റവും വലിയ വില്ലൻ ആരാന്നറിയാം? ഇതൊക്കെയാണ്: ശാഠ്യം, ഈർഷ്യ, കയ്പ്. കണ്ടോ, ഇത് മൂന്നുമാണ് നിന്നെ വല്ലാതെ സ്വാധീനിക്കുന്ന വാക്യങ്ങൾ. ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഓഷ്കു പറയുകയും അരുത്. ആമേൻ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും വൈശാചികവും ആയതത്രേ. കണ്ടോ, അവിടെ നമ്മൾ വായിക്കുമ്പോ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ആർക്കാ സ്തോത്രം? ഹല്ലേലൂയ. ഇത് ആർക്കാ സ്തോത്രം ഇതൊക്കെ മനസ്സിലാകുന്നേ? ഹല്ലേലൂയ. ആർക്കാ ഇത് മനസ്സിലാകുന്നേ? ഹല്ലേലൂയ. ഇത് ആർക്കാ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ചവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഈ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം, എന്തൊക്കെയാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ, ശാഠ്യവും ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ കയ്പ്, ഈർഷ്യ, ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി ഓഷ്ക് പറയുകയും. അപ്പൊ ഇതുണ്ടെങ്കിൽ എങ്ങനെയാന്നേ സത്യത്തിന് വിരോധമായിട്ട് പറയാതിരിക്കുന്നു? പറയൂലോ, അല്ലേ? ഹൃദയത്തിൽ ഈർഷ്യയും കയ്പും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവൻ പരാജയമല്ലേ? പക്ഷേ യാക്കോബ് കൊടുക്കുന്ന ആഹ്വാനം ശ്രദ്ധിച്ചോ? നീ അങ്ങനെ പോകരുതെന്നാ പറയുന്നത്. അതെങ്ങനെ പോകാതാകും? ഇതൊക്കെ ഉള്ളിലുണ്ടേ പിന്നെ ഇതൊക്കെ ചെയ്തു പോകില്ലേ? അങ്ങനെയാണ് നീ വെറും ചെടിയനല്ലേ? നീ വെറും പാവിയല്ലേ? നീ വീണ്ടും തെറ്റിപ്പോയില്ലേ? നീ സ്നാനപ്പെട്ടിട്ട് എന്താ ഗുണം? നീ സഭായോഗത്തിന് പോയിട്ട് എന്താ ഗുണം? നീ കർത്തൃമേശനത്തിന് എന്താ ഗുണം? സങ്കീർത്തന പ്രവചനത്തിന് എന്താ ഗുണം? നിന്റെ ജീവിതം പരാജയമാണ്. നീ മറ്റുള്ളവരെ നന്നാക്കുന്നു, നിന്റെ ജീവിതം പരാജയമാണ്. അപ്പോൾ അങ്ങനെ പരാജയപ്പെടുന്നവരോടാണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും. മനസ്സിലാക്കുക? കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ, കണ്ടോ? അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയരുത്. അപ്പൊ ഭോഷ്കും പറയും, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ചെയ്യും. അവന്റെ ജഡത്തിന്റെ താല്പര്യത്തിന് നിൽക്കുകയാണ്. മനസ്സിലാക്കണമേ, നീ ഈ സ്ഥിതിയിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. ഈ സ്വഭാവത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ആളത് എത്ര പേരുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സ്വഭാവത്തിൽ നിന്നാണ് കർത്താവ് രക്ഷിച്ചത്. പക്ഷെ നീ വീണ്ടും മറിഞ്ഞ് പഴയ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, അങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ എത്ര ശ്രദ്ധയോടെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. ചിലർ ചിന്തിക്കുന്നത് എന്നാന്നറിയോ? ചിലർ ചിന്തിക്കുന്നത് പാസ്റ്ററുടെ ഉത്തരവാദിത്തം ഞങ്ങളെയൊക്കെ മര്യാദയ്ക്ക് നന്നാക്കണം, മര്യാദയ്ക്ക് നേരെയാക്കണമെന്ന്. ശരിയാണ്, ഉപദേശിക്കണം, പ്രസംഗിക്കണം, ആളെ തർജ്ജനവും ശാസനവും നൽകുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനങ്ങളെ കൊടുക്കണം. അത് ശുശ്രൂഷകന്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ നടക്കേണ്ടത് നീ തന്നെയാ, ജയിക്കേണ്ടത് നീ തന്നെയാ, അനുസരിക്കേണ്ടത് നീ തന്നെയാ. വേറെ ആരെങ്കിലും വന്ന് അനുസരിച്ചാൽ നീ സ്വർഗത്തിൽ പോവില്ല, നീ നരകത്തിൽ പോകും. അനുസരിച്ചില്ലെങ്കിൽ, നീ അനുസരണം കെട്ടവനാണെങ്കിൽ നിത്യ ഗന്ധം കത്തുന്ന തീപ്പൊയ്ക തന്നെയായിരിക്കും നിന്റെ ലാസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, എത്ര പറഞ്ഞാലും ഗ്രഹിക്കത്തില്ല. മനസ്സിലാക്കണം കേട്ടോ. നീ വിരളി പിടിക്കുന്നൊരു ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയോ? കാളം തൊലിച്ചു കഴിയുമ്പോ. ആമേൻ. നല്ല സമയം മുഴുവനും ഉള്ള കപ്പയും മീനും ഇറച്ചിയും നിന്ന് മുഴുവൻ നിന്റെ ആമാശവും നിറച്ച്, ജഡസ്വാദം നിറച്ച്, വിവരക്കേടും വിട്ടിത്തരവും പറഞ്ഞ് ജീവിതം മുഴുവൻ തീർത്ത് അവസാനം കാകളം ധരിക്കുമ്പോൾ വിശുദ്ധന്മാരെല്ലാം എടുക്കപ്പെടും. നീ ഇവിടെ കൈവിടപ്പെട്ട് കിടന്നാൽ നിനക്ക് സ്തോത്രം എന്നാ പറയുന്ന സ്തോത്രം ആളെ എതിർ ക്രിസ്തുവിന് ധൂപവാട്ട പോകാൻ കൊള്ളാം നിന്നെ കൊണ്ട്. ഇപ്പൊ തന്നെ പിശാചിന്റെ ചമ്മന്തിയും ചോറ് തിന്നോണ്ടേ ഇരിക്കുന്നത്. നീയൊക്കെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പോകത്തില്ല. മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ക്ലിയർ ആയേ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഇത് പരിശുദ്ധാത്മാവിന് എതിരാണ് ഈ സ്വഭാവം എന്നുള്ളതിന് വ്യക്തമായ ഒരു വാക്യം കിടപ്പുണ്ട്. എഫേസ്യ ലേഖനം, ഹല്ലേലൂയ,
അതിന്റെ 30, 31 വാക്യം നമ്മൾ എപ്പോഴും എടുത്ത് വായിക്കുന്ന വാക്യമാണ്. എന്റെ ഹൃദയത്തിൽ നൽകുകൊണ്ട് ഞാൻ വീണ്ടും വായിച്ചതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30, 31 വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30, 31 വാക്യം ഒന്ന് വായിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നതാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ദുഃഖിപ്പിക്കാൻ കഴിയുമോ? കഴിയും. ചിലർ ചിന്തിക്കുന്നറിയാവോ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ജഡസ്വഭാവമൊന്നും ഇല്ലെന്ന്, എങ്കിൽ പിന്നെ ഈ ലേഖനമൊന്നും എഴുതണ്ടായിരുന്നു. നീ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും നിന്നിൽ ജഡവിരിപ്പുണ്ട്. ജഡം എപ്പോ വേണമെങ്കിലും എഴുന്നേറ്റ് നിന്നെ ചതിക്കും. അതുകൊണ്ടാണ് നിന്റെ അവയവങ്ങളെ, നിന്റെ ശരീരത്തെ ദൈവ കൃപയ്ക്ക് നീ സമർപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ നീ കീഴ്പ്പെടുത്തണം. അത് നീ കീഴ്പ്പെടുത്തണം. നീ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിന്നിൽ ദൈവകൃപ വേണം. ദൈവകൃപ നിന്നിൽ വരണമെങ്കിൽ വചനം വേണം. വചനം വേണമെങ്കിൽ നീ വചനം കേൾക്കണം. ആ വചനം സത്യവചനമായിരിക്കണം. എങ്കിലേ നിന്നിൽ ദൈവകൃപ വ്യാപരിക്കത്തുള്ളൂ. എങ്കിലേ ജഡത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ വന്നിരുന്നാണെന്ന് സാധിക്കത്തില്ല. ജയകരമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തം വചനത്തിന് കീഴ്പ്പെട്ടേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വായിച്ചട്ടെ, ആ വാക്യത്തിന് വായിച്ചട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്ന് വരെയാണെന്നറിയാവോ? നമ്മുടെ വീണ്ടെടുപ്പ് വരെയാണ്. വീണ്ടെടുപ്പ് എന്നാണ് കാഹളം ധ്വനിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ മരണം വരെയും. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. യേശുവിന്റെ വരവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഏതാദ്യം വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്റെ മരണമാണോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവാണോ ആദ്യം സംഭവിക്കുന്ന അറിയത്തില്ല. എന്നാൽ ഏത് സംഭവിച്ചാലും ദൈവത്തിന്റെ വചനം പറയുന്നു, വീണ്ടെടുപ്പ് വരെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, നിന്നെ ജഡസ്വഭാവത്തിൽ നിന്ന് നിന്റെ ആത്മാവ് സ്വന്തം പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം നിന്റെ ആത്മാവ് പറഞ്ഞ് അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. പരിശുദ്ധാത്മാവിന് നിന്റെ ശരീരം കീഴ്പ്പെടണം. നീ പരിശുദ്ധാത്മാവിന് നിന്റെ ആത്മാവ് കീഴ്പ്പെടണം. നീ അനുസരിക്കേണ്ട ദൈവാലോചനയ്ക്കായിരിക്കണം. അല്ലെങ്കിൽ നീ തിന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നാൽ, അകമേ നീ പാപം ചെയ്യുമ്പോൾ, നിന്റെ പരിശുദ്ധാത്മാവിന് ഇടപെടുമ്പോൾ അതിന് നീ ചെവിക്കൊണ്ട് ദൈവാത്മാവിന് കീഴ്പ്പെടുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികൾ നീ അനുസരിക്കുന്നില്ല. ചിലരെന്നെ ഇന്ന് സഭയ്ക്കകത്ത് നടക്കുന്ന ഒരു വലിയൊരു വിശേഷത എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ടു, ശരി, എല്ലാവരും സ്നാനപ്പെട്ടിട്ടുണ്ട്, വെള്ളത്തിൽ സ്നാനപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് പിന്നെ കന്നുകാലി പോകുന്ന പോലെ തോന്നിയ പോലെയാ പോകുന്നത്. ആ പോകുന്ന വഴി അടിക്കാൻ കുറെ പ്രസംഗങ്ങളും ഭൂമിയിൽ ഉണ്ടായി വരുന്നുണ്ട്. അല്ലാതെ നേരെ വഴിക്കാ അടിക്കുന്ന വഴിയെ പോകുന്ന വഴിയെ ഒരു തലമുറയിലുള്ളവരെല്ലാം അടിച്ച് നടത്തേണ്ട വഴിയെ നടത്തി. പക്ഷെ പിന്നീട് ആ പോത്തിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായി വന്നപ്പോഴുണ്ടല്ലോ അടിക്കുന്ന വഴി പോകില്ല. പിന്നെ എന്നാ ഇതെല്ലാം അവരുടെ വഴികളിൽ പോകാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി, ഈ പോത്തൊക്കെ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാ പിന്നെ അടിക്കുന്ന വഴിയെ പോലെ പോകുന്ന വഴി അടിക്കാനേ പിന്നെ പറ്റത്തുള്ളൂ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ നീ കീഴ്പ്പെടുന്നില്ലെങ്കിൽ നിന്റെ ശരീരം രൂപാന്തരപ്പെടുകയില്ല, വീണ്ടെടുക്കപ്പെടുകയില്ല. എന്തിനാണ് സ്നാനപ്പെട്ടത്? എന്തിനാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്? എന്തിനാണ് അഭിഷേകം പ്രാപിച്ചത്? എന്തിനാണ് നീ ദൈവവേലക്കിറങ്ങിയത്? ഇതിന്റെ എല്ലാ ഉദ്ദേശം ദൈവരാജ്യത്തിൽ പോകാനല്ലേ. ആ പദ്ധതി എത്തുന്നില്ല, പിന്നെ ഈ ചെയ്യുന്നതൊക്കെ വെറുതെയല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ആ ഉദ്ദേശം, ഏറ്റവും ആത്യന്തികമായ ഉദ്ദേശം നടക്കാതെയാണെന്ന് ഓർക്കണം. നീ നിന്റെ വഴികളിലേക്ക് തിരിയുന്നത്. അതുണ്ടാകരുത്. ആമേൻ. അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മുദ്രയിട്ടിരിക്കുന്നത്. അടുത്ത വാക്യം, കോപവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അവിടെ വായിക്കുന്ന ദുഃഖിപ്പിക്കരുത്. എല്ലാ കയ്പും, കോപവും, ക്രോധവും. കണ്ടോ, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇതൊക്കെ ജഡത്തിന്നാ വരുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ ജഡത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ പോകില്ല. നീ നിന്നെ തന്നെ പരിശോധിച്ചോ. തിരുമേശ ഇവിടെ ഉണ്ടല്ലോ, മനസ്സിലാക്കണേ. വ്യക്തിപരമായി വചനം കേൾക്കുന്നവരും ചിന്തിച്ചോ, നിന്റെ ഹൃദയത്തിൽ കയ്പുണ്ടോ, കോപമുണ്ടോ, വൈരാഗ്യമുണ്ടോ, മത്സരമുണ്ടോ, പക്ഷപാതമുണ്ടോ, മറ്റുള്ളവരോട് കപടമുണ്ടോ? നീ പോകില്ല. പോകാൻ കഴിയില്ല.
കാര്യം അങ്ങനെയുള്ളവരെ ഇരുത്തുന്ന ഇടമല്ല സ്വർഗം. അവിടെ വിശുദ്ധന്മാരും ഇതിനെ ജയിച്ചവർ ഇരിക്കുന്ന ഇടമാണ് സ്വർഗം. അവിടെ സ്തോത്രം ഹാളലൂയ, ഇതിനെ ജയിച്ചു ചെല്ലുന്ന വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നെ വെറുതെ കയറ്റി ഇരുത്തത്തില്ല. നിന്നെ സ്വന്തം മനുഷ്യരെ കളിപ്പിക്കാൻ പറ്റും കേട്ടോ. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ലോകത്ത് പലതും നടക്കും. പണത്തിന്റെ ശക്തിയുണ്ട്, പലതും നടക്കും. അധികാരത്തിന്റെ ശക്തിയുണ്ട്, ലോകത്തിൽ പലതും നടക്കും. പക്ഷേ ആ ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന് ആത്മീക ജീവിതത്തിലും നിന്റെ നിത്യതയ്ക്കകത്ത് നീ കൊണ്ട് അപ്ലൈ ചെയ്യരുതേ. നടക്കത്തില്ല കേട്ടോ. നീ പ്രതീക്ഷിക്കാത്ത ദിവസം ഹാളലിയ നിന്റെ ശരീരത്തിൽ നിന്ന് നീ എഴുന്നേൽക്കും. ഹാളലി നിന്നെ കൊണ്ടുപോകാൻ ദൂതഗണങ്ങളല്ല വന്നേക്കുന്നെങ്കിൽ ഹാളലിയ പിന്നെ കൊണ്ടുപോകാൻ വരുന്ന സാധനങ്ങൾ വേറെയാണ്. മരണത്തിന്റെ ദൂതം കൊണ്ടുപോകാൻ വന്നു നിൽക്കുന്ന മനസ്സിലാക്കണം, നിന്റെ ആയുസിൽ നീ പരാജയമായിരുന്നു. നിന്നെ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുന്ന മരണത്തിന്റെ ദൂതനാണോ? മരണവാസങ്ങളും പാതാളവാസങ്ങളും നിന്നെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ ജീവിതം പരാജയമായിരുന്നു. നീ സ്നാനപ്പെട്ടിട്ടുണ്ടാകാം, നീ ആത്മാവിൽ ആരാധിച്ചു എന്ന് അവകാശപ്പെട്ടേക്കാം. പക്ഷെ സ്വന്തം ആളെ ജഡത്തെ ജയിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്നത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ പെന്തക്കോസ്തുകാരനാന്ന് പറയാൻ ഒരു കാര്യമില്ല. നിന്റെ ജീവിതം നോക്കുന്നുണ്ട് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം, ആഴ്ചയെ 6 ദിവസം നിനക്ക് ഇഷ്ടമുള്ള എല്ലാ വഴികളിലും പോയിട്ട് ഞായറാഴ്ച 2-3 മണിക്കൂർ മാത്രം കർത്താവ് എന്നെ നോക്കിക്കേ, ഇതാ ഞാനെന്ന് പറഞ്ഞാലൊക്കെ നീ പറയുന്ന പോലെ ചെയ്യാനിരിക്കുകയല്ല. നിന്റെ സ്വന്തം ആരംഭം അവസാനം കണ്ട ഒരു നാമമുണ്ട്. ആളെ നിന്റെ നാമം നിന്റെ നടപ്പ് ചൊവ്വുള്ളതല്ലെങ്കിൽ നീ കൈവിടപ്പെടും കേട്ടോ. ഹല്ലേലൂയ, അത് മനസ്സിലാക്കണം, നീ കൈവിടപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ആ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? കയ്പ്, എല്ലാ കയ്പുവാ. ചില കയ്പുകളൊക്കെ വിടും, ചില കയ്പ് വിടത്തില്ല. ഹാളല്ലേ, ചില കയ്പ്, ചില വിശുദ്ധ കയ്പുകളുണ്ട്. ചിലർക്ക് വിശുദ്ധ കയ്പ് അല്ലേ, ചിലർക്ക് അങ്ങനെയുണ്ട്. ചിലതൊന്നും വിട്ടുകളയാൻ മനപ്പില്ല. ഓ അതൊക്കെ അവിടെ അതും അങ്ങനെ എല്ലാം അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോന്നേ, അതാണ് വിശുദ്ധ കയ്പ്. ചിലതൊക്കെ വിടും. ഹാളലിയ, പറ്റുന്നതൊക്കെ കുറെയൊക്കെ വിട്ടു. എന്നിട്ട് പറഞ്ഞാൽ ശരിയായത്. നീ ശരിയായോ ഇല്ലയോ എന്ന് ആർക്കാ തോന്നേണ്ടത്? നിനക്ക് തോന്നിയാ പോരാ, ദൈവത്തിന് തോന്നണം. ദൈവത്തിന് എന്താ തോന്നാത്തത്? നീ ശരിയായിട്ടില്ല, നീ ശരിയായിട്ടില്ല. ഹല്ലേലൂയ. പണ്ട് ഇതുപോലെ തന്നെ ഒരു പദ്ധതിയുണ്ട്. ആരാന്നറിയാവോ? സ്വതം ശൗല് രാജാവായിരുന്നപ്പോൾ ശത്രു രാജ്യത്തെ നിഗ്രഹിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ഉള്ളതെല്ലാം വെട്ടി കൊന്ന് എല്ലാം മുടിച്ചിട്ട് കണ്ടു വരാൻ പറഞ്ഞു. അതാണ് കർത്താവിന്റെ കൽപ്പന കൊടുത്തത്. എന്നാൽ അവൻ അവിടെ ചെന്നിട്ട് കൊള്ളാവുന്നതിനെയും ആടുമാടുകളെയും മൃഗങ്ങളെയും കുറച്ച് സമ്പത്തും കുറച്ച് ദാസന്മാരെയൊക്കെ പിടിച്ച് കൊല്ലാതെ വെച്ചു. എന്നിട്ട് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ അതെ, അതൊക്കെ ഞങ്ങൾക്ക് പിന്നെ ഗുണപ്പെടാൻ വേണ്ടി ഞങ്ങൾ വെച്ചതാ ചിലതൊക്കെ. പക്ഷെ ശമൂവേൽ പ്രവാചകൻ വന്ന് നോക്കിയപ്പോണ്ട് അപ്പുറത്ത് നിന്ന് മൃഗങ്ങളുടെ മുക്രയിടുന്നത് കേട്ടു. അപ്പൊ മനസ്സിലായി എന്താ പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല. എന്ത് ചെയ്തു? ശമൂവേൽ പ്രവാചകൻ ഒരു വാളെടുത്ത് അതിനെല്ലാം കൊണ്ട് സംഹരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ശാപം നിനക്ക് നിന്റെ തലമുറയ്ക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിന്റെ തലമുറയ്ക്ക് കൂടി ഇരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് തലമുറയല്ല ശപിക്കപ്പെടുന്നത്, നീ തന്നെ ശപിക്കപ്പെടുന്നു. നിന്റെ മക്കള് കൃപയിലാണെങ്കിൽ നിന്റെ ശാപം നിന്റെ തലയിലേ ആവുന്നുള്ളൂ. കാരണം അതിനാണ് എല്ലാവർക്കും വേണ്ടി ദൈവപുത്രൻ പരസ്യമായ കാഴ്ചയായി തീർന്നത്, അറുക്കപ്പെട്ടത് സകലർക്കും വേണ്ടി. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇന്ന് ഒരുത്തന്റെ അകൃത്യം മറ്റൊരുത്തൻ ചുമക്കണ്ട കേട്ടോ. ഒരുത്തന് വേണ്ടി ഒരുത്തന്റെ അകൃത്യം മറ്റൊരുത്തൻ ചുമക്കണ്ട. ഒരുത്തൻ ഈ വചനം കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ നീ കലങ്ങുകയും വേണ്ട. കാര്യം ന്യായവിധിയെ കുറിച്ച് ഇത്രയേറെ ആഴത്തിൽ കിട്ടിയിട്ടും അവൻ ഹൃദയത്തിലേക്ക് തുറക്കാതെ ഹൃദയത്തിൽ അതിഭക്ഷണവും സ്വന്തം മദ്യപാനം ഉപജീവന ചിന്തയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ പണി തീർന്നു, ഇനി സ്വർഗം ബാക്കി നോക്കിക്കോളൂ. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചേ, ആ തുറന്ന് വായിച്ചേ. അവിടെയൊക്കെ നിന്റെ ഹൃദയത്തിൽ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണം കണ്ട, ഇതൊക്കെയാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കണ്ടത്. അപ്പോൾ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാം യാക്കോബിന്റെ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളവിടെ വായിക്കുകയാണെങ്കിൽ അവിടെ വായിച്ചെന്ന 14-ാം വാക്യം 3:14 യാക്കോബിന്റെ 3:14 വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ ശാഠ്യം ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും അരുത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അടുത്ത് ശ്രദ്ധിക്കണം. അപ്പൊ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ലെങ്കിൽ ഈ ജ്ഞാനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനുള്ള ശക്തി എവിടുന്നാ വരുന്നത്? ഉയരത്തിൽ നിന്നല്ല വരുന്നത്, അത് കീഴിൽ നിന്നാ വരുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ഉയരത്തിൽ നിന്നാണോ പ്രാപിച്ചേക്കുന്നത് കീഴിൽ നിന്നാണോ പ്രാപിച്ചേക്കുന്നത് എന്നുള്ളത് നിന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ അറിയാം, നിന്റെ സ്വഭാവം കണ്ടാൽ അറിയാം, നിന്റെ ജീവിതം കണ്ടാൽ അറിയാം. ആമേൻ. എന്നാണ് ആ വാക്യം ഒന്ന് വായിച്ചേ.
ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും ഭൗമികവും പ്രാകൃതവും വൈശാരികവും ആയതത്രേ. അതായത് ഇത് പറയും എർത്ത്ലി, നാച്ചുറൽ ആൻഡ് ഡീമോണിക്. എർത്ത്ലി എന്ന് പറഞ്ഞാൽ ഭൗമികമാണ്, ഇത് ഭൂമിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഭൂമിക്ക് കീഴിലാ പാതാളമുള്ള. അപ്പൊ പാതാളത്തിന്റെ ശക്തി അഭിഷേകം പ്രാപിച്ച നിന്റെ ശരീരത്തിലേക്ക് കയറുന്ന എപ്പോഴോന്ന് അറിയാവോ? നിന്റെ ഹൃദയത്തിൽ കയ്പ് വരുമ്പോൾ പിശാച് കയറുന്ന എങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായോ? നീ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുത്തി ആർക്കായി ലേഖനം എഴുതിയേക്കുന്നത്? സഭയ്ക്കല്ലേ? ചില രീതിക്ക് ഇതൊന്നും എന്നോടല്ലത് പുറത്തുള്ളവൻ സുവിശേഷം കേട്ട് കൃപയ്ക്ക് ദൈവകൃപയിലേക്ക് വരണത്. അകത്തിരിക്കുന്നവനോടായി പറയുന്നത്. എന്താ പറയുന്നേ? നീ അഭിഷേകം പ്രാപിച്ചാലും നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈർഷ്യയും പകയും പിണക്കവും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മകനെ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ആ നിന്റെ ഹൃദയത്തിൽ വരുന്ന ഈ ശക്തികളുണ്ടല്ലോ, വൈരാഗ്യബുദ്ധി, അസൂയ, ശാഠ്യം, ഭിന്നത, ഇതൊക്കെ ശക്തികളാണ്. ഓരോ ശക്തികളാണ്. ഈ ശക്തി ഒന്നും ഉയരത്തിൽ നിന്നല്ല, അതൊക്കെ കീഴിൽ നിന്നാ വരുന്നത്. കീഴിലാണ് കിടക്കുന്നത്. കീഴെ കിടക്കുന്നവന്റെ പേരാണ് പിശാച്, സാത്താൻ അല്ലേ? അവൻ താഴെ കിടക്കുക. അവൻ പാതാളത്തിൽ നിന്ന് കയറി വന്നിട്ട് അവൻ നാശത്തിലേക്ക് പോകുന്നവനാണ്. അവിടെ നിന്ന് വരുന്നതാണ് ഈ കയ്പും ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ. അപ്പോൾ ഈ ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചൊഴുങ്ങിയേ മതിയാകത്തുള്ളൂ. ഒന്നും കൂടെ വായിച്ച ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും വൈശാരികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഇവിടെ ഇത് വായിക്കുന്നതോടെ നമുക്കൊരു ഭാഗം എടുത്ത് വായിക്കാം. നമ്മുടെ വിഷയം എവിടെയാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. യാക്കോബ് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനുള്ള ശക്തി താഴെ നിന്നാണ് വരുന്നത്. അത് ഈർഷ്യയും പകയും പിണക്കവുമാണ്. അത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചിക. ഇതൊക്കെ ഓരോ സ്പിരിറ്റ്സ് ആണിത്. ഭൗമികമായ ഡീമോണിക് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമോണിക് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, എർത്ത്ലി ഉണ്ട്. അപ്പോൾ ഈ ഭൗമികമായ ആത്മാവ്, പ്രാകൃതമായ ആത്മാവ്, പൈശാചികമായ ആത്മാവ്, ഇത് മൂന്ന് കയറി വന്നിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന നിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ കയ്പുണ്ടെങ്കിൽ നിന്നെ ഈ ശക്തി സ്വാധീനിക്കും. അതിന്റെ തെളിവാണ് ഇനി പറയാൻ പോകുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം. ഇനി വായിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ നമുക്ക് വായിക്കണം. രണ്ടാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ 5 മുതൽ 13 വരെ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. വായിച്ചാട്ടെ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവര് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കൊരിന്ത്യ സഭയ്ക്കകത്ത്, കൊരിന്ത്യ സഭ എങ്ങനെയുള്ള സഭയാണെന്ന് നമുക്കറിയാലോ. അറിയത്തില്ലെങ്കിൽ പറയാം. എല്ലാവിധ മ്ലേച്ഛതയുള്ള സഭ, രക്ഷിക്കപ്പെട്ട എല്ലാ കൃപാവരങ്ങളുള്ള സഭ. എല്ലാ മ്ലേച്ഛതയുണ്ട് പ്ലസ് എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഭയാണ് ഏത്? കൊരിന്ത്യ സഭ. എന്നാൽ വേണ്ട പോലെ ബോധമില്ലതാനും. അത് അതിന്റെ കൃപാവരങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്ത് ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഒരുത്തൻ ബഹളം വെക്കുമ്പോൾ ഒരുത്തൻ അന്യഭാഷയിൽ ആരാധിക്കും, മറ്റൊരുത്തൻ എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കും. പക്ഷേ അന്യഭാഷയ്ക്ക് വ്യാഖ്യാനം ഇല്ലാത്തവരാണ് കൂടുതൽ ബഹളം. അന്യഭാഷ വ്യാഖ്യാനം പ്രാപിച്ചവനാണ് പ്രവചിക്കുന്നത്. പ്രവചിക്കുന്നവൻ വ്യാഖ്യാനിക്കുകയാണ്. മനസ്സിലാക്കണം. അന്യഭാഷ പ്രാപിച്ചവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവൻ വലിയവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്നാ? വ്യാഖ്യാനിക്കുവാനുള്ള വരം ലഭിച്ചവനാണ് അന്യഭാഷ ലഭിച്ചവനേക്കാളും ആ പദവിയിലിരിക്കുന്നത്. അപ്പോൾ പ്രവചിക്കുകയാട്ടെ വ്യാഖ്യാനിക്കുകയാട്ടെ ചെയ്യുമ്പോൾ അത് ലഭിച്ചവർ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുള് തിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ ശബ്ദങ്ങളാണ്, അർത്ഥമില്ലാത്ത ശബ്ദമാണ്. എവിടെ? സഭയ്ക്കകത്ത് അർത്ഥമില്ലാത്ത ശബ്ദമായിരിക്കും പുറപ്പെടുവിക്കുന്നത്. പക്ഷേ അതിന്റെ പൊരുള് തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് ആത്മീക വർധന ഇടായിത്തീരും. അപ്പോൾ തന്നെ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലേ അത് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് അന്യഭാഷ വേണമെന്നാണ്. അന്യഭാഷ തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും കൃപാവരങ്ങൾ വേണം.
അപ്പോൾ അന്യഭാഷ അടയാളത്തിൽ സംസാരിക്കുന്നവൻ അവന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, അവൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ മർമ്മങ്ങൾ സ്തോത്രം നമ്മുടെ ലോക്കൽ ഡയലക്റ്റിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ തെലുങ്കിലോ ഈ ഭൂമിയിലെ ഭാഷയിൽ നമ്മൾ അതിനെ പൊരുള് തിരിച്ച് സംസാരിക്കണമെന്ന് എല്ലാവർക്കും ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. സംസാരിക്കുന്നവനാണ് സഭയിൽ ഒന്നാമൻ. മനസ്സിലാകുന്നുണ്ടോ? അത് അതിലെ ജയിച്ചവനാണ് ഒന്നാമൻ, ജയിക്കാത്തവനല്ല. അതുകൊണ്ട് അതിന്റെ കൃപ പ്രാപിക്കണം. ഇത് കൊരിന്ത്യ സഭയോടാണ് ഇത് എഴുതി കൊടുക്കുന്നത്. കൊരിന്ത്യ സഭയ്ക്കത് ബഹളമുണ്ട്, മിക്ക എണ്ണത്തിനും പൊരുളില്ല. അപ്പൊ മനസ്സിലാക്കിക്കോണം, ഇവൻ ആത്മാവിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇത് പുറത്തു വരാത്തിന് കാരണം ആ വര ഒന്ന് ലഭിച്ചിട്ടില്ല. ഈ പുറത്തു വരാത്തിന് മറ്റൊരു കാരണം കൊണ്ടുണ്ട്, പാപത്തെയും കൂടെ ജയിച്ചിട്ടില്ല. ഈ ശരീരം കൊണ്ട് പാപത്തെ ജയിക്കാത്തത് കൊണ്ട് അകത്ത് പ്രാപിച്ച പൊരുളുകൾ പുറത്തു വരുവാൻ ശരീരം സമ്മതിക്കുന്നില്ല. അതൊരു വളരെ പലരും അകത്തിതൊക്കെ അറിയാതെ ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കും, പക്ഷെ ഇത് പുറത്തറിയാൻ മേലാത്തിന് കാരണം നിന്റെ ശരീരത്തെ ഇപ്പോഴും പാപ സ്വഭാവത്തിൽ നിന്ന് നീ ജയിക്കാൻ നീ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ദൈവം തന്നിട്ടുമില്ല. അങ്ങനെ ശരീരത്തിലെ പാപ സ്വഭാവത്തെ ജയിക്കാത്ത ഒത്തിരി പേര് സഭയ്ക്കകത്തുണ്ട്, ഇന്നുമുണ്ട്. അവർ അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, പക്ഷെ പൊരുളില്ലാത്തൊരു കാര്യം, ഈ ശരീരം പാപത്തെ ജയിക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല. അതിൽ തോറ്റുപോയ നിനക്ക് എന്തിനാണ് പൊരുള്? അപ്പോൾ പൊരുൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡത്തെ ജയിച്ചേ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം നൽകുകയും ചെയ്യും കേട്ടോ. അതും ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൊരിന്ത്യ സഭയ്ക്കകത്ത് അനേകർ പല വിധത്തിലുള്ള പാപം ചെയ്തിട്ടുണ്ട്. ആമേൻ. അങ്ങനെ പാപം ചെയ്തു വരുമ്പോൾ അവിടെ ഒരുവനെ പൗലോസ് ശാസിച്ചു. ഒരുവൻ മനം തിരിഞ്ഞു വന്നു. പരസ്യമായ ശാസനയാണ് 1-ാം നൂറ്റാണ്ടിലുള്ളത്. ഒരുവൻ എന്തെങ്കിലും പാപം ചെയ്തു എന്ന് അറിവ് കിട്ടിയാൽ പരസ്യമായിട്ട് നീ ഇന്നത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ആകെ നീ ഇതിന്റെ നടുവിൽ നിന്ന് മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഇന്ന് മാറിപ്പോകണം എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവൻ പോലീസ് സ്റ്റേഷനിൽ പോകും, അല്ലെ കോടതിയിൽ പോകും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത ഒത്തിരി പേര് ഇന്ന് സഭയ്ക്കകത്തുണ്ട്. ദൈവാത്മാവിന്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത ഒത്തിരി പേര് സഭയിൽ ഇരിപ്പുണ്ട്. അവർ സ്വതന്ത്രം ദൈവത്തിന്റെ സ്വതന്ത്രം ഹാലലിയ കൽപ്പനകളെ ലോകത്തിന്റെ കൽപ്പന കൊണ്ട് ഒതുക്കാൻ നോക്കുന്നവരാണ്. ആ ബുദ്ധിയൊക്കെ ദൈവം മറിച്ചു കളയുന്ന ഒരു നാള് വരാൻ പോവുകയാണ്. കാര്യം ഇതിന്റെ അകത്തൊക്കെയും കഷ്ടതയും കണ്ണുനീരോടും കൂടെ സത്യത്തിന് വേണ്ടി ഇരിക്കുന്നവനെ കർത്താവിന്റെ രാജ്യത്തിൽ ചേർക്കും. മനസ്സിലാക്കണം, ഈ വിധത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നതൊക്കെ ഭൂമിയിൽ നിന്ന് സ്വതന്ത്രം ഭൂമി കുടഞ്ഞു കളയുമ്പോൾ അവരോടുകൂടെ ഈ ദുഷ്ടനെയും ദൈവം കുടഞ്ഞു കളയുന്നു മറന്നു പോകരുത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരുവനെ സ്വന്തം ദുഃഖിച്ചു. ഒരുവൻ പാപം ചെയ്തിട്ടോ അവൻ സ്വന്തം ക്രമീകരണം വരുവാൻ വേണ്ടി പൗലോസ് പരസ്യമായി ശാസിച്ചു. എന്നിട്ട് ഈ ലേഖനം എഴുതുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് ഈ പറയുന്ന രംഗമാണ് ഈ കാണുന്നത്. വായിച്ചാട്ടെ. ഒരുത്തൻ എന്നെ ദുഃഖിപ്പിച്ചു. എങ്ങനെ പൗലോസിന് ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്? ഒരുവൻ പാപം ചെയ്ത് സഭയ്ക്കകത്ത് വരുമ്പോൾ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്നവനെ നേർക്കാണ് ആ തെറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ദുഃഖിപ്പിക്കുന്നത് അവനെ മാത്രമല്ല, ഉപദേശിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. ഒരു വിശ്വാസി ഒരു സഭയ്ക്കകത്ത് തെറ്റ് ചെയ്തു വന്നാൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് സമൂഹത്തോട് മാത്രമല്ല, അവൻ ഉപദേശം പഠിപ്പിച്ച ശുശ്രൂഷകനെയും കൂടെയാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് മറന്നു പോകരുത്. അപ്പൊ ശുശ്രൂഷകനെ ആ വേലയ്ക്കാക്കിയ ദൈവത്തെ അതിലേറെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അവൻ ശുശ്രൂഷകനെ കാണുന്നുള്ളൂ, ദൈവത്തെ കാണുന്നില്ല. പക്ഷെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകനാണ് സഭയുടെ നടുവിലെ കർത്തൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുവൻ പാപം ചെയ്തിട്ട് വന്നാൽ പൗലോസിന് ദുഃഖമുണ്ടായി. അപ്പോൾ അതുപോലെ ശുശ്രൂഷിക്കുന്നവനും ആ ദുഃഖം ഉണ്ടാവുമെന്ന് മറന്നു പോകരുത്. വായിച്ചേ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെ അല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ. കണ്ടോ, ഒരുത്തൻ പാപം ചെയ്തിട്ട് വിശുദ്ധന്മാരുടെ നടുവിൽ വന്ന വിശുദ്ധന്മാരുടെ വിശുദ്ധിക്ക് നേരെയാണെന്ന് ഓർക്കണം. ഒരു പാപം ചെയ്ത ഒരുത്തൻ സ്തോത്രം അവന്റെ പാപത്തിന്റെ വാള് നീട്ടിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരെയും ദുഃഖിപ്പിക്കുക ശരിയല്ല ഇത്. ഒരുവൻ തെറ്റിയിട്ട് വന്നിട്ട് അവന്റെ നിപ്പും നോട്ടവും വർത്താനവും ശരിക്കും അവൻ ഭീഷണി മുഴക്കുന്നത് വിശുദ്ധന്മാരുടെ വിശുദ്ധിക്ക് നേരെയാണ്. ഇത് ഇന്ന് സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധന്മാരുടെ വിശുദ്ധിക്ക് നേരെയാണ് അനേകർ അവരുടെ ദുഷ്ട സ്വഭാവം നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്വഭാവം നീട്ടുമ്പോ അത് എല്ലാവരെയും ദുഃഖിപ്പിക്കുകയാണ്. അല്ലാതെ പൗലോസിനെ മാത്രമല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് എല്ലാം ആ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് പല മേജർ സഭകളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. നേതൃത്വം തെറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോഴും അതിന് നേരെ പ്രതികരിക്കുകയോ പറയുകയോ ചെയ്യുവാൻ കഴിയാത്തൊരു വലിയ സമൂഹം. ആമേൻ. എല്ലാവരും ഒരുപോലെ ദുഃഖിക്കുകയാണ്. പല സംഘടനകളും പല വ്യവസ്ഥകളും അതിൻ്റെ അകത്ത് പണക്കൊഴുപ്പിലും
അധികാരത്തിന്റെ ശക്തിയിലും സ്വന്തം മറ്റുള്ള സ്വന്തം രാഷ്ട്രീയ സ്വാധീനങ്ങളിലും സ്വന്തം അതിൻ്റെ അകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അനേകർക്ക് ദുഃഖം ഉളവാക്കുന്നുണ്ട്. അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ നാളും മകനെ മകളെ ആ പദ്ധതി മുമ്പോട്ട് പോകത്തില്ല. മനസ്സിലാക്കണം. ഇതിനെല്ലാം കർട്ടൻ വലിച്ചിടുന്ന ഒരു നാമം ഉണ്ടെന്ന് ഓർത്തോണം. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച നാമമാണ്. അപ്പോൾ ആ കർത്താവ് ഇറങ്ങി ഇങ്ങ് വരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം വായിച്ച ഇവിടെ ഒരുവൻ ദുഃഖിപ്പിച്ചു. ഇനി കണക്കിൽ പറയുന്നത് എന്നെ മാത്രമല്ല എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. വായിച്ചോ. കണ്ടോ, ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ തെറ്റ് ചെയ്തവൻ ദുഃഖിക്കണം എന്നുള്ളത് ഉപദേശത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. തെറ്റ് ചെയ്തവൻ അവിടെ വന്ന് അവനെ തലോടാൻ തിരുവെഴുത്ത് പറയുന്നില്ല. പാപം ചെയ്തിട്ട് വന്നിട്ട് സാക്ഷ്യം നഷ്ടപ്പെട്ടവൻ സഭയ്ക്കത്ത് വന്നാൽ അവൻ കയ്യും കെട്ടി ഇരുന്നോ എന്ന് വചനം പറയുന്നില്ല. അവൻ ദുഃഖിക്കുന്നെങ്കിൽ അത് വളരെ നല്ലത്. എങ്ങനെയാ ദുഃഖിക്കാനുള്ള വഴി നമ്മൾ ഒരുക്കണം. വിശുദ്ധന്മാർ ഒരുക്കണോന്നേ. എങ്ങനെ ഒരുക്കുന്നേ? ഉപദേശം പറയണം, വിശുദ്ധിയുടെ വചനം പറയണം, സത്യം പറയണം. അപ്പൊ അവന് ഉള്ളിൽ കുത്തലുണ്ടാകും. ഈ വിശുദ്ധി ഇല്ലാത്ത ശുശ്രൂഷകളുണ്ട്. അവൻ പറയും, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. അതെന്തുകൊണ്ടാണ്? അവന് പേടിയാണ്. അവനിൽ ഈ അഭിഷേകമില്ല. അഭിഷേകം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പൗലോസിൽ ഈ അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കുത്തലുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാൽ അത് തെറ്റൊന്നുമില്ല. തെറ്റ് ചെയ്തവന്റെ ഹൃദയം വേദനിച്ചാൽ വിഷമമൊന്നുമില്ലെന്ന്. അല്ലാതെ സഹോദരൻ, കർത്താവ് പാപം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കുവോ? പിശാചല്ലേ പാപം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കത്തുള്ളൂ. കർത്താവ് വിശുദ്ധിന് വേണ്ടി സംസാരിക്കുന്നത്. പാപം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കുന്നത് സാത്താനാണ്. സാത്താൻ ആ തെറ്റിപ്പോയവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് സാത്താനല്ലേ? അപ്പോൾ അവന്റെ മേൽ നിന്ന് സാത്താൻ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി നിമിത്തവും ഉപദേശ നിമിത്തവും തെറ്റ് ചെയ്തവൻ ഒന്ന് ദുഃഖിച്ചേ മതിയാകത്തുള്ളൂ. അതിനുള്ള സാധ്യത കൊരിന്ത് സഭയിൽ പൗലോസ് ഇട്ടുകൊടുത്തു. വായിച്ചേ. ദുഃഖം ഉണ്ടാകണം. പിന്നെ ഒരു കുഴപ്പമുണ്ട്. അതിദുഃഖത്തിലേക്കിടയിൽ അതിദുഃഖം ഉണ്ടായ പണ്ടൊരുത്തം പോയി തൂങ്ങിച്ചത്തിട്ടുണ്ട്. അതേ റൂട്ടിൽ പോകാനുള്ള സാധ്യത. അപ്പൊ അതിനെ ഇടയാക്കരുത്. പക്ഷെ ദുഃഖിക്കണം, മാനസാന്തരപ്പെടണം. ചിലര് ഇങ്ങനെ അഭിനയിക്കും ദുഃഖിക്കുന്ന പോലെ. എന്നിട്ട് അടുത്ത എവിടെ പോയോ യൂദാ പോയ പോലെ വീണ്ടും പുരോഹിതന്മാരുടെ അടുത്ത് പോയി 30 വെള്ളിക്കാശ് മേടിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞ് കാണിച്ചിട്ട് പോകുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള അടവ് പിടിച്ചമാരുണ്ട്. അങ്ങനെയുള്ളവർ വിവേചിച്ച് മനസ്സിലാക്കി അവര് കുറെ നാളത്തേന് തന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല. കാര്യം മാനസാന്തരപ്പെട്ട് വരണ്ടേ. 2-3 ഇടത്തൊക്കെ പോയി ഇടിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റും ബമ്പറും ബോണറ്റൊക്കെ ഇടിച്ച് ചടങ്ങി പെയിന്റ് ഒക്കെ കുറെ പോയി കഴിയുമ്പോഴാ കണ്ണുനീര് വരുള്ളൂ. ചിലർക്ക് അങ്ങനെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും കുറെ ഇടിച്ചു പൊളിഞ്ഞാലേ ജീവിതത്തിൽ ഒരർത്ഥം വരികയുള്ളൂ. അതിനങ്ങ് വെച്ചു കൊടുക്കണം. അല്ല നമ്മൾ അയ്യോ ഒന്നും ചെയ്യല്ലെന്ന് പ്രാർത്ഥിക്കരുത്. അവനൊന്നും വരല്ലേ. ഈ അനാത്മികരാവുന്നവർ സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവന് നേരെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യല്ലേ എന്ന്. എന്താ ഈ പേടി? ഇവൻ ആ തെറ്റ് ചെയ്തവനാ. ഈ പ്രാർത്ഥിക്കുന്നവനിൽ അതേ കുറവുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കർത്തൃത്വത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ അതിന് ഇടയിൽ കയറി നിൽക്കരുത്. ആമേൻ. ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. വായിച്ചാട്ടെ. മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് കണ്ടോ, നമ്മൾ അവനോട് ക്ഷമിക്കണം. കൃപയിൽ ഇരിക്കുന്നവനാ സാരമില്ല. ഇനി നീ ആ മോഷണം ചെയ്യരുത്. ഇനി നീ തല്ലുണ്ടാക്കാൻ പോകരുത്. ഇനി നീ നുണ പറയരുത്. നീ നിസ്വത്രം കണ്ട അസോത്രം ആ വിഗ്രഹാരാധനയ്ക്ക് നീ പോകരുത്. നീ നിസ്വത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടാനായിട്ട് പോകരുത്. അല്ലെങ്കിൽ ദൈവദാസനെ തല്ലുന്ന ആ സ്വഭാവം നീ ഉപേക്ഷിക്കണം. സഹോദരന്മാർക്ക് നേരെ ഉപദ്രവം ഉണ്ടാക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് അവനെ സ്വന്തം ആശ്വസിപ്പിക്കണം. മനസ്സിലായോ? അടുത്ത് വായിച്ചാട്ടെ. അവനെ കരഞ്ഞെങ്കിൽ ആശ്വസിപ്പിച്ചാൽ മതി. കരയാത്തവനെ ആശ്വസിപ്പിക്കണ്ട. മനസ്സിലാവുന്നില്ല? കരഞ്ഞെങ്കിൽ ആശ്വസിപ്പിച്ചാൽ മതി. മാനസാന്തരപ്പെട്ടാൽ ആശ്വസിപ്പിച്ചാൽ മതി. ഇതൊക്കെ പറയുന്നൊരു കാരണമുണ്ട്. അങ്ങോട്ട് നമ്മൾ എത്തുന്നത്. വായിച്ചോ. അതുകൊണ്ട് കൊടുക്കുവാൻ അപേക്ഷിക്കുന്നു. എഴുതിയത് കണ്ടോ, പൗലോസ് നിങ്ങൾ വല്ലവനോട് വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. കാര്യം കണ്ടോ, അവിടെ ആ സഭയുടെ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം.
കാര്യം സഭയ്ക്കകത്ത് എല്ലാവരും അവനോട് ക്ഷമിച്ചോ എന്നുള്ളത് പൗലോസ് നോക്കിക്കാണണം. കൊരിന്ത്യരെ അവനോട് ക്ഷമിച്ചെങ്കിലേ പൗലോസിന് ക്ഷമിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാക്കണം. അപ്പോൾ ലോക്കൽ സഭ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരുവന്റെ ജീവിതം സ്വന്തം പണിതെടുക്കുന്നത് ലോക്കൽ സഭയിലാണ്. ആ സഭ ഒരു വിഷയത്തിൽ സ്വന്തം ക്രമീകരണം വന്ന് അവനോട് ക്ഷമിക്കുന്നെങ്കിലേ ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആളെ ചിലരെന്ത് ചെയ്യുന്നറിയോ, ഒരു സഭയ്ക്കകത്ത് ഒരു പണി കാണിച്ചിട്ട് അടുത്ത സഭയിലേക്ക് പോകും. ആ സഭയെ പ്രശ്നം കാണിച്ച് അടുത്ത സഭയിലേക്ക് പോകും. നീ സഭ മാറിയതിന്റെ അകത്ത് ആത്മീക വിഷയമാണെ കുഴപ്പമില്ല, പക്ഷെ നിന്റെ കയ്യിലിരിപ്പോണ്ടാണ് നീ ചാടിപ്പോയതെങ്കിൽ നീ ഒരിടത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആമേൻ. മനസ്സിലാക്കണം. ആത്മീക വിഷയം കൊണ്ടാണോ നീ പോകേണ്ടി വന്നത്, കുഴപ്പമില്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ അല്ല, നീ ഒരു ദുഷ്ട സ്വഭാവത്തിനോ പാപ സ്വഭാവത്തിനോ അധീനനായിട്ടാണ് നീ ജീവിക്കുന്നത് നിമിത്തം നിന്റെ ദുഷ്ടപ്രവർത്തിക്കും നിന്റെ പാപപ്രവർത്തിക്കും ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നീ വിശുദ്ധന്മാരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നീ സഭ ചാടി പോകുന്നതെങ്കിൽ നീ ഒരിടത്തും രക്ഷപ്പെടത്തില്ല. ഇന്ന് ഒത്തിരി പേരങ്ങനെയുണ്ട്. പാപ സ്വഭാവത്തെ വിട്ടുകളയണമെന്ന് ദൈവദാസൻ ആലോചന പറയുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ ഓടിപ്പോകുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. കാരണം എന്താണ്? ആ പാപത്തെ ജയിച്ചിട്ടില്ല ഇതുവരെയും. അവർ ആഗ്രഹിക്കുന്ന ഓടുന്നതും എന്റെ പാപത്തെ പറയാത്ത, എന്നെ ശാസിക്കാത്ത, എന്റെ സ്വന്തം തോന്നിവാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെങ്കിലും അടുക്കൽ വേണം പോകാൻ. എന്റെ ദോഷത്തിന് എതിര് പറയാത്തവരെ വേണം എനിക്ക് ആഗ്രഹിക്കാൻ. ഇങ്ങനത്തെ ഒരു നിലവാരത്തിലാണ് അനേകർ മുമ്പോട്ട് പോകുന്നത്. ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ആത്മീയഗോളം വഷളാക്കാൻ പിശാച് ഇങ്ങനെയുള്ളവരെ നോക്കുകയാണ്. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഹൃദയത്തിൽ ഈർഷ്യയും പകയും കയ്പും എല്ലാം വെച്ചോണ്ടാണ് പോകുന്നത്. അതൊക്കെ ഉപേക്ഷിച്ചവനോടാണ് ക്ഷമിക്കേണ്ടതുള്ളൂ. ശ്രദ്ധിക്കണം. അല്ല വന്നിരിക്കുന്നവനോടെല്ലാം ഇന്ന് നാളെ എല്ലാം തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നവൻ ഒരു ഭൂസലും ഇല്ലാതെ ദൈവദാസന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പറയാം നിങ്ങൾ അങ്ങ് ക്ഷമിച്ചായിരുന്നു. ഇത് മനസ്സിലാക്കണം. ദൈവസഭ ബിസിനസ് അല്ല. ദൈവസഭ ബിസിനസ് അല്ല. ഇതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത് സ്ഥാപിച്ചവൻ, ഇതിന് രക്തം മറുതലയായി മുടക്കിയവനുണ്ട്. അവന്റെ മുമ്പിൽ നീ ചെന്ന് ഏപ്പാടി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. വായിച്ചാട്ടെ. ക്ഷമിക്കുന്നു. നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പൗലോസ് പറയുന്നേ? സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? സ്തോത്രം. ക്ഷമിച്ചു എന്ന് മനസ്സിലായാൽ ക്ഷമിക്കാൻ തയ്യാറാകണം. അവന് കുറ്റബോധം വരുന്നത് വരെ, പാപബോധം വരേണ്ടതിന് അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് റെഡിയാകണം. പാപത്തിൽ ഇരുന്ന് പോകാനല്ല, പാപ സ്വഭാവം വിടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അവന്റെ ഹൃദയത്തിലെ പാപ സ്വഭാവത്തിന് എതിരായി ദൈവത്തിന്റെ വചനം വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ഇന്ന് സഭയ്ക്കകത്തിലെ വിശുദ്ധന്മാരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. എന്നാൽ പാപം ചെയ്തവനും തെറ്റ് ചെയ്യുന്നവനും ഈ കൊരിന്ത്യ സഭയ്ക്കകത്താകട്ടെ കടന്നു വന്നാൽ അവന്റെ വഴിയെ ഓർത്ത് അവനോട് ക്ഷമിക്കുകയും അവനോട് പൊറുക്കുകയും ചെയ്യണം. അത് ചെയ്ത് അവന്റെ തെറ്റ് അവന് ബോധ്യം വരുത്തണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിപ്പോയാൽ അവൻ ചെയ്ത തെറ്റ് അവൻ ഓർപ്പിക്കണം, അവനെ ഓർമ്മപ്പെടുത്തണം. അതാ ഒരു വിശുദ്ധന്റെ ഡ്യൂട്ടി. ആമേൻ. വായിച്ചാട്ടെ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. കണ്ടോ, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇത് വെറുതെ പറയുന്നല്ല. ഇത് സഭയ്ക്കകത്ത് ഈ തന്ത്രം കൊണ്ടുവരും. സഭയ്ക്കകത്ത് ഈ തന്ത്രം കൊണ്ടുവരും. അപ്പൊ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേർക്ക് സാത്താൻ ഈ തന്ത്രം കൊണ്ട് വരുമ്പോൾ എങ്ങനെ അതിനെ ഒഴിയണം? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അവിടെ വായിച്ച വാക്യം എന്താണ്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അടുത്തത്. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ വിശേഷം ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ, അടുത്തത്, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ടും മനസ്സിൽ സ്വസ്ഥതയില്ലായ്കയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോനിക്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൗലോസ് അവിടെ തീത്തോസിനെ നോക്കി കാണാഞ്ഞിട്ട് മക്കതോനിക്ക് യാത്ര പുറപ്പെട്ടു. ശ്രദ്ധിക്കണേ, നമ്മുടെ എല്ലാ ആത്മീക ജീവിതത്തില് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടാകണം.
മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സ്പിരിച്വൽ ലൈഫുമായിട്ട് നമുക്ക് കൂട്ടു നിൽക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ കൂടെ കണ്ടിരിക്കണം. കാരണം നാം സ്തോത്രം ആളെ അളക്കുവാനും തിരിച്ചറിയുവാനും പ്രാപ്തിയുള്ളവരായിട്ട് വേണം നിൽക്കുവാൻ. ഹല്ലേലൂയ. അത് തിരിച്ചറിയണം. എന്നാൽ അനേകരുടെ ജീവിതത്തിൽ അത് സാധിക്കുന്നില്ല. നമുക്ക് മടങ്ങി വരാം, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. അവിടെ നമ്മൾ മടങ്ങി വരുന്ന സമയത്ത് ഭൗമികം, പ്രാകൃതം, പൈശാചികം, 3 കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഉയരത്തിലേ അല്ല, ഇത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. അപ്പോൾ കൊരിന്ത് സഭയ്ക്കകത്ത് ഒരുവൻ പാപം ചെയ്തു വന്നപ്പോൾ വിശുദ്ധന്മാർ അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് തെറ്റ് ചെയ്തവന് ബോധം വരുത്തുമാർ അവനെ പുറത്ത് കായണം. അവൻ മാനസാന്തരപ്പെട്ട് വന്നാൽ അവനോട് ക്ഷമിക്കുകയും അവന്റെ കുറ്റത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഇടം വരുത്തുന്നില്ലെങ്കിൽ ഈ വിശുദ്ധി കലക്കിയിട്ട് പോയാലുണ്ടല്ലോ, ഇവനിലൂടെ കയറി വരുന്ന സ്പിരിറ്റ് ഉണ്ട്, ഇത് വിശുദ്ധന്മാരെ കലക്കാൻ സാധ്യതയുണ്ട്. ഇത് ദൈവസഭയ്ക്കകത്ത് കലക്കുന്ന ശക്തി കയറി വരുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. സഭയ്ക്കകത്ത് കലക്കം കൊണ്ടുവരുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. പലരും അത് തിരിച്ചറിയാറില്ല. അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഇത് ശ്രദ്ധിക്കണം, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ശ്രദ്ധിക്കണം, ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ കയ്പും ശാഠ്യവും കോപവും പക്ഷപാതവും എല്ലാം ഇരിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ഇത് പരിശുദ്ധാത്മാവ് തരുന്നല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് തരത്തില്ല കേട്ടോ. ഒരുത്തനോട് എന്നും കയ്പിലിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിക്കുകയില്ല. നീ വൈരാഗ്യ ബുദ്ധിയിൽ എന്നും ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിക്കുകയില്ല. മത്സരം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ല തരുന്നത്. ചിലരുടെ സംസാരത്തിൽ ആ മത്സരമുണ്ട്, ചിലരുടെ സ്വഭാവത്തിൽ ഈ ശാഠ്യമുണ്ട്, ചിലരുടെ പ്രവൃത്തിയിൽ ഈ ഭിന്നതയുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണേ, സഭയ്ക്കകത്തിരുന്നാലും നീ പരിശുദ്ധാത്മാവിലല്ല. ഇങ്ങനെ ആരിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാലും തിരിച്ചറിഞ്ഞോണം, ഇത് ഉയരത്തിൽ നിന്നല്ല ഈ ആത്മാവ് വരുന്നത്. ഹല്ലേലൂയ. അനേകർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇനി ഈ കയ്പും ശാഠ്യം ഉണ്ടെങ്കിൽ എന്നാ പ്രശ്നം? കർത്താവിന്റെ വരവിൽ പോകത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? വായിച്ച് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന അതിന്റെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയുള്ളതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. കണ്ടോ? അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന കണ്ടോ, നീതി എന്ന ഫലം കൊയ്യും. ആ ഫലം കൊയ്യുന്നവരായി തീരണം. എങ്ങനെ ഇത് സാധിക്കുന്നേ? ഇത് ദൈവാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ മാത്രമാണ് ഇത് സാധിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇത് വീണ്ടും പറയുന്നറിയോ? ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പിന് നാളെ നിങ്ങളെ മുദ്ര വെച്ചിരിക്കുന്ന. അങ്ങനെയാണ് എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് കാണുന്നല്ലേ. സ്തോത്രം. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ നമ്മൾ അടുത്ത ഭാഗം നമ്മൾ യാക്കോബിന്റെ 4:1-3 വായിച്ചേ. നിങ്ങളിൽ ശണ്ഠയും കലക്കവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചുകളിൽ നിന്നല്ലേ. ശ്രദ്ധിക്കണം, ഈ ഹൃദയത്തിൽ നമ്മുടെ ആ കുറിവാക്യത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിനാണ് മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളും ഇതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വായിക്കുന്ന ഭാഗത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും കുറവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. ഇന്ന് എനിക്ക് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഞാൻ പറയാം. അത് ഈ പറയുന്ന പാപ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കർത്താവ് കരുണയുള്ള ദൈവമല്ലേ, ആ സമയമാകുമ്പോൾ മകനെ നിന്നെ അങ്ങ് കൊണ്ടുപോക്കോളൂ. ഇത് ഞാനും കേട്ടിട്ടുണ്ട്, ഈ വ്യാജത്തിന്റെ സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനങ്ങൾ ഒരിടത്തും പറയുന്നില്ല, വചനങ്ങൾ ഒരിടത്തും അങ്ങനെ അപ്രൂവ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറവുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെന്തക്കോസ്ത് ഒന്ന് ശരിയാ അഡ്ജസ്റ്റ് ചെയ്തോണേ, കാരണം നമ്മൾ ആരും പോകുന്നില്ല, എന്നാൽ കർത്താവിന്റെ വരവ് വരെ നമ്മൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ലക്ക് കിട്ടിയവൻ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചവനൊക്കെ പോവുകയും ചെയ്യും. ഈ പൗരോഹിത്യ സഭയ്ക്കകത്തെ ഞാനൊരു സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ അച്ഛനും കുടുംബവും, അച്ഛനും കൊച്ചമ്മയൊക്കെ അല്ലെ, അച്ഛനും കുടുംബവും അവരുടെ മക്കളും ഉണ്ട്. CSIയിൽ നിന്ന് അവിടെ വിവാഹം കഴിച്ചാൽ നിൽക്കുന്നത്.
അപ്പോൾ അവരുടെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ അവരെല്ലാം ചെയ്യുന്നത് ശരിയാണ്. തെറ്റ് ആര് ചെയ്യുന്നതാണ്? വിശ്വാസികൾ ചെയ്യുന്ന തെറ്റുള്ളൂ. അവർ ചെയ്യുന്ന അവർക്ക് തെറ്റില്ല, അവരെ ആരും ഗുണദോഷിക്കത്തില്ല. അങ്ങനെ തെറ്റില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ പറയുന്നതെല്ലാം ശരിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പെന്തക്കോസിൽ വന്നപ്പോഴും അതേ സാധനം ഇവിടെയും കയറി വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ അകത്തും അതേ എഫക്റ്റ് കിടപ്പുണ്ട്. പക്ഷെ ദൈവവചനം അവർക്ക് എതിരാണ്. ആമേൻ. തെറ്റിപ്പോയവനാണോ നീ ഔട്ടാവും. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഹോഫ്നിയും ഫിനെഹാസും കൂടെ ആലയത്തിലുണ്ടായിരുന്നു, യാഗപീഠത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ഏലി പുരോഹിതൻ മക്കളെ ശാസിച്ച് അമർത്തിയില്ല, തോന്നിവാസത്തിന് നേരെ സംസാരിച്ചില്ല, മക്കളെ കെട്ടഴിച്ചു വിട്ട് പഠിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ദൈവം അങ്ങ് തീർത്തു കളഞ്ഞു. മനസ്സിലാകണം, പലതും തീർന്നു പോകുന്നതിന് കാരണം പലതും കെട്ടഴിച്ചു വിട്ടതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താണ് സ്തോത്രം? അവരല്ലോ പിന്നെ വീണ്ടെടുപ്പിന് നാൾ മുദ്ര വെച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ ഇനി വായിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ നമ്മളൊന്ന് വേഗത്തിൽ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഈ സ്വഭാവം ഇല്ലാത്ത ഏതെങ്കിലും ബന്ധക്കോസുകാരുണ്ടോ? ഈ സ്വഭാവം ഇല്ലാത്ത ഏതെങ്കിലും മനുഷ്യരും വിശ്വാസകോളത്തിലുണ്ടോ? ഇല്ലാത്തവരെ ഓർത്തിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വായിച്ചാട്ടെ, 4:1 മുതൽ വായിച്ചേ. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദിക്കുന്നത് ശണ്ട കലഹം. അടുത്തതാ, എവിടെ നിന്ന്? ഈ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളെ ജയിച്ചാണോ നിൽക്കുന്നത്? അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളെ നിയന്ത്രിച്ചും അതിനെ ശാസിച്ചും അതിനെ എതിർത്തും സ്തോത്രം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ഉപദേശം കൊടുത്താൽ സഭയ്ക്കകത്ത് ആളുണ്ടാവുമോ? ആളുണ്ടാകത്തില്ല. ആളിറങ്ങിപ്പോകും. ആളൊക്കെ എംപ്റ്റി ആകും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിൽ വെള്ളം ചേർക്കണം. അതിൽ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ എഴുതപ്പെട്ട മറ്റൊരു സഭയുടെ ബൈലോ നമുക്കുണ്ടാകണം. എന്നിട്ട് ആ ബൈലോയുടെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് തിരുവെഴുത്തിലെ കാര്യങ്ങളെ പറയാതാകണം. തിരുവെഴുത്തിന് കൊടുക്കുന്ന സകല ബഹുമാനവും പദവിയും അധികാരവും സഭ ഉണ്ടാക്കി വെച്ച് എഴുതപ്പെട്ട കൽപ്പനയ്ക്കകത്ത് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ജനം ദൈവത്തെ വിളിക്കുകയും സ്തോത്രം നമ്മുടെ കുറവുകൾ പുറത്തു വരാതിരിക്കുകയും സ്തോത്രം ദൈവത്തിലേക്ക് കണ്ണുയർത്തുന്നു എന്ന് അവർക്ക് നമ്മള് സ്തോത്രം അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ഇവരവസാനത്തിൽ കൈവിടപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ അല്ല. മനസ്സിലാക്കണം, ഈ ഭൗമികം, പ്രാകൃതം, പൈശാചികം, ഈ 3 ശക്തി കൊണ്ട് സഭ മുമ്പോട്ട് നടത്താൻ കഴിയുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇന്നുള്ള മിക്ക ഇടങ്ങളും ദൈവാത്മാവിനാൽ അല്ലെന്നുള്ളതിന് തെളിവ് ഈ ശണ്ടയും കോപവും വാക്കുവാദവും ഈ പറയുന്ന ഭോഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സംഘടനകൾ ആൾപ്പെരുപ്പം വളരെയേറെയാണ്. എന്താ കാരണം? ഈ ഒരൊറ്റ കൈ ഇത് തൊട്ടാൽ, ഇതിനെ തൊട്ടാൽ, ഈ വിഷയത്തെ തൊട്ടാൽ ആളിറങ്ങിപ്പോകും. ഞങ്ങൾ ഇത് കേൾക്കാനല്ല വന്നേ. ശ്രദ്ധിക്കണം, അവർ മറ്റൊരു യേശുവിനെ പ്രതീക്ഷിക്കുന്നത്, മറ്റൊരു സുവിശേഷമാണ് പ്രതീക്ഷിക്കുന്നത്, മറ്റൊരു ആത്മാവിനാണ് വിധേയപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്തും ഇതിന്റെ ഉപദേശം അറിയാത്തവർ പറഞ്ഞു, എന്നാ ഉപദ്രവം, എന്നാ കട്ടി വാക്ക, ഇങ്ങനെയാണോ പ്രസംഗിക്കുന്നത്, ഇങ്ങനെയാണോ കാര്യം? അവര് പ്രതീക്ഷിക്കുന്ന യേശുണ്ട്, അത് തിരുവെഴുത്തിലെ യേശു അല്ല. അവർ പ്രതീക്ഷിക്കുന്ന സുവിശേഷമുണ്ട്, അത് ഈ ജീവന്റെ വചനമല്ല. അതാണ് ഇതിന്റെ അകത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കണം. ആമേൻ. അപ്പോൾ എന്ത് വേണം? സത്യത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ റെഡിയായേ മതിയാവുള്ളൂ. വേഗം വായിച്ചോ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. കണ്ടോ, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാനും ഇതൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ പറയാനും പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ അവയവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭോഗേച്ഛകളിൽ സ്തോത്രം വ്യാപരിക്കുന്ന ലോകമോഹങ്ങളിൽ, ലോകസുഖങ്ങളിൽ, ജഡസുഖങ്ങൾക്കും സ്തോത്രം അതിനെ ഉത്തേജിപ്പിക്കുന്ന ദൂതുകളും എക്സോട്ടേഷൻസും കൊടുത്താൽ അത് ഏത് ആത്മാവാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ഭോഗേച്ഛകളിൽ പോരാടുന്ന ചിന്താഗതികളെ സ്തോത്രം അറുക്കുവാൻ ഉപദേശിക്കാത്ത വചനമാണ് വായിൽ നിന്ന് വരുന്നെങ്കിൽ അതിന്റെ പിന്നിലെ ആത്മാവ് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. അപ്പോൾ അതിന് നേരെ സംസാരിക്കുന്നില്ലെങ്കിൽ വീണുപോയി.
അപ്പോൾ അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ലെന്ന് എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞ സ്വന്തം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവർ ചിലര് ചിന്തിക്കുന്നത് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചില്ലല്ലോ, ഞങ്ങൾ ലോകത്തിലെ ചില ആവശ്യങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. എടാ, ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിലെ മോഹത്തിന് എതിരാണ്. ഇത് പറയുന്നില്ലെങ്കിൽ ഇത് പറയുന്നില്ല. ഇന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നത് ഇതൊക്കെ പറയുന്നവരാകെ ഒരു വഷളന്മാരായിട്ടാണ് ഇന്ന് മുദ്ര കുത്തുന്നത്. ഈ സത്യം പ്രസംഗിക്കുന്നവരെ വഷളന്മാരായിട്ട് മുദ്ര കൊത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇത് വഷളന്മാരോട് ഇവരാ വഷളന്മാരാ, കഠിനന്മാരാ, ദുഷ്ടന്മാരാണ്. ചോദിച്ചാൽ അവർ വേണം ഇവർക്ക് ഇവര് സ്വയമായിട്ട് പറയുന്ന ഞങ്ങളുടെ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല, അവരുടെ സുവിശേഷത്തിൽ ഇല്ലെന്ന്. യേശു കർത്താവ് ഇങ്ങനെയാന്ന് പറയുമ്പോൾ പറയുന്നതന്നെ ഞങ്ങളുടെ യേശു ഇങ്ങനെയല്ല. ശരി, അതാണ് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം. അവരുടെ ജഡത്തിന്റെ താല്പര്യങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വചനത്തിനായിട്ട് ചെവി വട്ടം പിടിക്കുന്ന ജീവിതങ്ങളുണ്ട്. നിന്റെ അവസാനം നിത്യ നരകമാണ്. ആമേൻ. അപ്പൊ അത് വായിച്ചു വേഗം നിർത്ത, സമയം പോയല്ലോ. വായിച്ചു. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. അതിന് ഞാൻ ഇതിന് വേറൊരു കാര്യം പറയുന്നത്, പ്രോസ്പെരിറ്റിയും ലോകത്തിലെ ലക്ഷറിയും മിറക്കിൾസ് ഒക്കെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന കള്ളപ്രവാചകന്മാരോട് ഞാനൊരു കാര്യം പറയാം. സഭ സ്നാനപ്പെട്ടവരാണോ അവനെ ഈ പറയുന്ന വിധത്തിലാ പോകുന്നെങ്കിൽ ഒന്നും കിട്ടില്ലെന്ന് 2000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? യാക്കോബ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ളവനൊക്കെ സഭയ്ക്കകത്ത് വന്നിട്ട് എനിക്ക് ഇത് കിട്ടും, വലിയ വണ്ടി, വലിയ വീട്, വലിയ ജോലി, വിസ, അവിടെ ഇവിടെ നിന്നെല്ലാം കൂടെ വിദേശ യാത്ര, ഇവിടെ ഇഷ്ടം പോലെ കോടികൾ, നിന്നെ സമ്പന്നനാക്കാനാണ്. അങ്ങനെ നീ അലറിയ, നീ കാശുണ്ടാക്കും, നിന്നെ കണ്ടോണ്ട് വാ പൊളിക്കുന്നവന്റെ വായിൽ ഒന്നും വരത്തില്ലെന്ന് 2000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കൂറയും കൈ കിട്ടാതെ നടക്കേണ്ടി വരുമെന്ന് വചനം കൊണ്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ആഭിമുഖമായിട്ട് വചനം പറഞ്ഞേക്കാണ്, കിട്ടത്തില്ല. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നിങ്ങൾ മോഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല. നിങ്ങൾ പ്രസംഗിക്കുന്നു മോഹിച്ച് കണ്ടേ കണ്ടേ, വിശ്വാസത്താൽ നീ കണ്ടേ, നിനക്ക് വരുന്നത് കണ്ടേ, അതല്ലേ നീ പറയുന്നത്? കിട്ടത്തില്ലെന്ന് യാക്കോബ് പറയുന്നു. അടുത്തത് പറയുന്നു, സ്തോത്രം, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. കൊല്ലാനെ എന്തിനാ കൊല്ലുന്നേ? ജഡപ്രകാരം പലരെയും കൊന്നാണ് പലരെടുക്കുന്നത്, അല്ലേ? അനേകരെ കൊന്ന് ഇന്ന് ചിലര് വലിയവരാകുന്ന എങ്ങനെയാണെന്ന് പറയാം, വേറെ കുറെ കുടുംബങ്ങളെയും വ്യക്തികളെയും കൊന്നു നിന്ന് അവരുടെ സമ്പത്ത് കൊണ്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. ചില കുടുംബങ്ങളെ കൊന്നു തിന്നും, അവരുടെ നന്മകളെ മക്കളെ നശിപ്പിച്ചു പോകുന്ന ഇങ്ങനെയുണ്ട്. ആ സ്വഭാവം വിശ്വാസിക്ക് വന്നിട്ട് വിടാത്തവരുണ്ട്. അവരുടെ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ള അഭിഷിക്തന്മാരെയും കൃപയിലിരിക്കുന്നവരെ കൊല്ലാൻ വരെ മടിയില്ലാത്തവര് 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ഇന്നില്ലെന്നാണോ പറയുന്നത്? ഇന്ന് അതിലും വലിയ അവന്മാർക്ക് സ്വന്തം കിരീടം വെക്കുന്നവന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. കൊല്ലുകയും അസുഖപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. അടുത്തത് കണ്ടോ, കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് കണ്ട യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ജീവിതം അശേഷ കലക്കത്തിൽ മറിയും. അപ്പൊ ഇവരുടെ തിയോളജി എന്നാ, ഇവരുടെ വിശ്വാസം എന്നാന്നറിയോ? ഞാൻ ഇവിടെ ഇതെല്ലാം ചെയ്ത് അടരാടുമ്പോൾ ദൈവം എന്നാ ഞാൻ അവന് കൊടുത്തേക്കാം. ആ യേശുവിനെയാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ കിടന്ന് കടക്കി മറയ്ക്കുമ്പോൾ ഇത് കണ്ടിട്ട് ദൈവം തരും. മറ്റൊരു യേശു. വായിച്ചേ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ഞാൻ ചില സ്ത്രീകള് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവര് സഹോദരിമാരല്ല, കാരണം അവര് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനമായിട്ട് ബന്ധമില്ല. അവര് പറയുന്നുണ്ട്, ഞങ്ങള് പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടു. അവര് ഇതുവരെ കേറിയിട്ടില്ല. അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ അവിടെ ഫ്ലൈറ്റിൽ കയറുമ്പോ ഏറ്റവും ബിസിനസ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നതൊക്കെയാണോ വലുത്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഞാൻ കയറുകയും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്, ഞാൻ പോകുന്നത് ഞാൻ കണ്ടു ബ്രദറെ, എന്റെ മക്കൾ പോകുന്നത് കണ്ടു ബ്രദറെ. ഇതാണ് ആത്മാവ്. മനസ്സിലായത്? അവരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. യാക്കോബ് 2000 വർഷം മുമ്പ് കണ്ടു. ഇത് ഇന്നൊന്നും വന്നതല്ല, അന്നേ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന എന്നാ അവിടെ പറയുന്നത്? ഈ ഭോഗങ്ങളിൽ ചെലവിടേണ്ടത്. ഞാൻ ആ വണ്ടി മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്
ഞാൻ അതിന്റെ ഡ്രൈവ് മോഡിലോ സ്പോർട്സ് മോഡിലോ ഇട്ടിട്ട് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടിക്കുണ്ടാകുന്ന കുതിപ്പ്, സ്തോത്രം, ആലല്ലോ, എന്തൊരു ഗ്രേസ് ആണെന്നറിയോ. പോടാ, നിന്റെ അകത്ത് ചെയ്താനിരിപ്പുണ്ട്. പിശാച് ഒന്നാം തരം ലൂസിഫറായിരിക്കുന്നത്. വായിച്ചാട്ടെ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും ആ. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ആ. വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഒന്നും ലഭിക്കുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കണം, ഇത് കിട്ടത്തില്ല. ഇത് ദൈവമാണ് പ്രൊസീജിയർ വെച്ചിരിക്കുന്നത്. കാര്യം ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സഹോദരങ്ങളെ കലക്കണം, അവനെ കണക്കണം, ഇവനെ കണക്കണം. ചിലരെന്നെ സഭായോഗത്തിന് വൈകിച്ചെന്ന് കൂറിക്കൊണ്ടിരിക്കും. ഞാൻ ഇനി ഒരു വർഷത്തെ എനിക്ക് തീരുമാനം ഉണ്ടാകുന്ന ഞാൻ ഇങ്ങനെ വരും. പ്രാർത്ഥിക്കും സഹോദരി, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഇതൊക്കെയാണ് ഈ ഭോഗങ്ങളിൽ ചെലവിടാനിരിക്കുന്ന ഇവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. കൈ കാശിനാണ് പറഞ്ഞു, എന്റെ അക്കൗണ്ടിന്റെ അകത്ത് ഇത്ര വരട്ടെ, ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാന്നേ, ഞാൻ എന്തോരം പ്രയാസപ്പെട്ടതാന്ന് അറിയോ. എന്നാ ഇത് ഭോഗങ്ങളിൽ ചെലവിടാനായിരിക്കുന്നത്. കിട്ടുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. വായിച്ചേ. അയ്യോ, അങ്ങനെ വിളിക്കാവോ? അങ്ങനെ വിളിക്കരുത് അല്ലേ? അങ്ങനെ വിളിക്കരുത്. ഇന്ന് ഇതാ ബിസിനസ്. ഈ വ്യഭിചാരിണികളുടെ മേൽ വ്യാഴുന്ന അതേ സ്പിരിറ്റ്, അതേ ടെൻഡൻസി പടച്ചു വിടുന്ന പ്രസംഗങ്ങളും പാട്ടുകളും ശുശ്രൂഷകളുമാണ് അതിലേക്ക് ജനം ഓടി വരിക. എന്നാണെന്നറിയാമോ? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട്, എല്ലാവരും അവർക്ക് ഈ ആസ്വാദനത്തിന്റെ ഒരു കാലഘട്ടം ഇതല്ലേ. പരമാവധി എല്ലാം ആസ്വദിക്കണം. അപ്പോൾ ഇതിന് ഒരു കാര്യമേ തടസ്സമുള്ളൂ. എന്താ? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനമേ തടസ്സമുള്ളൂ. അതിനെന്നാ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് തുണ നിൽക്കുന്ന പ്രസംഗം ആര് പ്രസംഗിക്കും? ആരിതിനൊക്കെ തുടങ്ങി? ഇതിനോടൊന്നും നോ പറയാത്ത ഒരു വ്യക്തിയും നോ പറയാത്ത സംഘടനയുമാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്ന ഒരു വലിയ ബ്രേക്ക് ത്രൂ, അങ്ങനെ വേണ്ടേ പറയാനായിട്ട്, ബ്രേക്ക് ത്രൂ അല്ലെ? എന്താ? വലിയൊരു ഓപ്പണിങ്. മനസ്സിലാക്കണം, നരകത്തിന്റെ കവാടം വലിയതാ. അതിലൂടെ കടന്നു പോകുന്നവർ അനേകരാകും. ആമേൻ. ഹല്ലേലൂയ. ഇടുക്കത്തിലേക്ക്, നിത്യതയിലേക്കുള്ള വഴി ഇടുക്കവും അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കവും അത്രേ. ആ ചുരുക്കം വ്യക്തി പറയും, ഇതേ വെറും വ്യഭിചാരിണികളാണ്. അവരെ ഈ പറയുന്നത് പോലെ ഹൃദയത്തിലെ വികാരങ്ങൾക്കും മോഹങ്ങൾക്കും ഹൃദയത്തിലെ നിരൂപണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരാണ് എന്ന് ഇടുക്കത്തിലൂടെ പോകുന്നവർ പറയും. അവരെ ഇവര് കണ്ടിട്ട് കളിയാക്കും. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ജീവിക്കാൻ. സത്യം പറഞ്ഞ എവിടെയാ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ, ശരിക്കും ഉപദേശപ്രകാരം ജീവിക്കുന്നത്, ശരിക്കും നല്ല വിശാലതയിൽ തന്നെ ജീവിക്കുന്നത്. അവന് വേണ്ടതെല്ലാം ഉണ്ട്. പിന്നെ ആർത്തിയില്ലെന്നുള്ളൊരു പ്രത്യേകത. അവന് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, ദൈവം തരുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ്. എല്ലാം വെട്ടിപ്പിടിക്കുന്ന നീയോ? ഹല്ലേലൂയ. എല്ലാം തകർന്നടങ്ങിയ പടക് പോലെയല്ലേ കിടക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യില്? ഒന്നുമില്ലല്ലോ. എന്താ ഇല്ലാത്തത്? ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ആമേൻ. അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നീ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ നിനക്ക് ഉത്തരം കിടപ്പുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 30-ാം വാക്യം 31-ാം വാക്യം കിടപ്പുണ്ട്. എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അടുത്ത വാക്യം, എല്ലാ കയ്പും സ്തോത്രം കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്ന് ഈ പറയപ്പെടുന്നത് വിട്ട് ഒഴിഞ്ഞു പോകുന്നു, അന്നേ ദൈവരാജ്യം നിനക്ക് മുമ്പിൽ തുറക്കത്തുള്ളൂ. അന്നേ നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ നീ പ്രാർത്ഥിക്കുക. ഇതെല്ലാം നിന്നെ ഒഴിഞ്ഞു പോകാൻ നീ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി നീ കാക്കണം. പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് വരുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ ഒന്നാമത് നിർമ്മലവും, രണ്ടാമത് സമാധാനവും ശാന്തതയും അനുസരണവും കരുണയും സൽബോധവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. മനസ്സിലാക്കണമേ, നിന്നിൽ ഈ ഗുണം വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ നേരം ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഈ വചനങ്ങൾ സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ്